നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ക്രമസമാധാനം ഭദ്രമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ-ഇറാൻ യുദ്ധമോ ഇസ്രായേൽ-ഹമാസ് യുദ്ധമോ പരിഗണിച്ച് താരതമ്യം ചെയ്താൽ കേരളത്തിൽ ആഭ്യന്തര യുദ്ധമൊന്നുമില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദം ശരിയാണെന്ന് സമ്മതിക്കാം. പക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന കാര്യത്തിൽ കേൾക്കുന്ന വാർത്തകൾ ആശ്വാസകരമല്ല. അതിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കൂത്തുപറമ്പിൽ നടന്ന ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള ആത്മഹത്യയും. കണ്ണൂർ കൂത്തുപറമ്പിലെ കായലോട് പറമ്പായിൽ പിണറായി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന സംഭവമാണ്. ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചത് ചോദ്യം ചെയ്ത് ആൾക്കൂട്ടം യുവാവിനെ മണിക്കൂറുകൾ പരസ്യ വിചാരണ ചെയ്ത് മർദ്ദിച്ച് ശിക്ഷ നടപ്പാക്കി. യുവാവിനോട് സംസാരിച്ച യുവതി ഇതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കി. ആൾക്കൂട്ട നിയമം കയ്യിലെടുത്ത സംഭവം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഉണ്ടായത്. അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വ്യാഖ്യാനിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാനം ഭദ്രമാണെന്ന് പറയാൻ ബോധമുള്ളവരാരും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ, നിയമലംഘനങ്ങൾ, സംഘർഷങ്ങൾ, സംഘടനകളൊക്കെ നിരക്കുകൾ കണക്കാക്കി കൊച്ചു കേരളത്തിന്റെ ക്രമസമാധാന കാര്യം വലിയ സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്നതാണ്. ജനാധിപത്യ ഭരണക്രമ കാലത്തും മുൻപ് കാട്ടുനീതി നിലനിൽക്കുന്നതായി ആരോപിക്കപ്പെട്ടിരുന്ന സംസ്ഥാനം ബീഹാർ ആയിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെ അങ്ങനെയാണ് പൊതുവെ വിശേഷിപ്പിച്ചിരുന്നത്. കേന്ദ്രത്തിനും ബീഹാറിനും സർക്കാരുകളും ഭരണ സംസ്കാരവും രീതികളും മാറിയപ്പോൾ അവിടെയൊന്നും കാട്ടുനീതിയില്ല. ഇപ്പോൾ കേരളമാണ് ആ കുപ്രസിദ്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പിൽ സംഭവിച്ചത് ആൾക്കൂട്ട കൊലപാതകം മാത്രമല്ല, അതിനപ്പുറം ഭീകരമായ ഒന്നാണ്. SDPI എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ഒന്നിച്ചു കണ്ട യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കുറ്റം ചുമത്തി വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയത്. ആൾക്കൂട്ടത്തിന്റെ ഇടപെടലിൽ ഉണ്ടായ കയ്യബദ്ധമല്ല, ആസൂത്രിതമായി നീതിയും നിയമവും കയ്യിലെടുത്ത് നടത്തിയ ഭീകര പ്രവർത്തനമായിരുന്നു അത്. ഞായറാഴ്ച നടന്ന സംഭവം മൂന്നാം പക്കം യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്. SDPIയുടെ പ്രവർത്തകർ അവരുടെ പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഭീകരമർദ്ദനങ്ങൾ നടത്തിയത്. അതായത് ഒരു സംഘടന പൂർണ്ണമായി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഏതാനും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി അവസാനിപ്പിക്കാനാവുന്നതല്ല പോലീസ് നടപടി. മതമൗലിക ചിന്തകളുടെയും മതതീവ്ര വിശ്വാസത്തിന്റെയും പേരിൽ രാജ്യവിരുദ്ധ ഭീകര പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന സംഘടനകളെയും അവരെ സഹായിക്കുന്നവരെയും കണ്ടെത്തി നിർവീര്യമാക്കുന്ന നടപടി ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതേസമയം തന്നെ രഹസ്യമായും പരസ്യമായും അത്തരം ക്ഷുദ്രശക്തികൾക്ക് രാഷ്ട്രീയ അഭയവും സംരക്ഷണവും കൊടുക്കുന്നവരാണ് ഇത്തരം സംഭവങ്ങളിലെ യഥാർത്ഥ പ്രതികൾ. അവർക്ക് കിട്ടിയിരുന്ന അതിരുവിട്ട സഹായങ്ങളും സംരക്ഷണങ്ങളുമെല്ലാം പരിധിയും ലംഘിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകളെ നിരോധിച്ചത്. എന്നാൽ അത്തരം സംഘടനകളിലെ പ്രവർത്തനങ്ങൾ രൂപവും ഘടനയും മാറ്റിയുള്ള പുതിയ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രതിരോധിക്കേണ്ട സംസ്ഥാന സർക്കാരും അവരെ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അത്തരക്കാർക്ക് എല്ലാ രാഷ്ട്രീയ സംരക്ഷണവും ഉറപ്പാക്കുന്നുണ്ട്. അതാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നത്. നിയമം കയ്യിലെടുക്കാനും പോലീസിന്റെയും കോടതിയുടെയും നടപടികൾ സ്വയം ചെയ്യാനും മതാടിസ്ഥാനത്തിൽ സംഘടിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് കഴിയുന്നത് ഈ സംരക്ഷണം കൊണ്ട് തന്നെയാണ്. കൂത്തുപറമ്പിലെ മതവിചാരണയും മർദ്ദനവും യുവതിയുടെ ആത്മഹത്യയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കാതെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് പൊതുജനത്തിന്റെ അഭിപ്രായം.